സെൽ സ്പ്ലിറ്റിംഗ് ഈസ് യൂസ്ഡ് ടു സിസ്റ്റം കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്പ്ലിറ്റിംഗ്. വെൻ എ സെൽ സ്പ്ലിറ്റ്സ് ന്യൂ സെൽസ് ഹാവ് സെൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്താവും, കുറയും. സെൽ സ്പ്ലിറ്റിംഗ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് എന്താണ്, ഫ്രീക്വൻസി ബാൻഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ബേസ് സ്റ്റേഷൻ പെർ സെൽ, ഒരു സെല്ലിനുള്ള ബേസ് സ്റ്റേഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ചാനൽ പെർ സെൽസ് അതും ഇൻക്രീസ് ചെയ്യുന്നില്ല. സെൽ സ്പ്ലിറ്റിംഗ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന എന്താ, ഒരു സിസ്റ്റത്തിലെ സെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ആവും. ആഫ്റ്റർ സെൽ സ്പ്ലിറ്റിംഗ് ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് ഇൻ ദ സിസ്റ്റം റിമെയിൻസ് ദ സെയിം. സെൽ സ്പ്ലിറ്റിംഗ് റെഡ്യൂസ്, എന്താ സെൽ സ്പ്ലിറ്റിംഗ് കുറയ്ക്കുന്നത്, സെല്ലിൻ്റെ റേഡിയസ്, സിസ്റ്റം കപ്പാസിറ്റി കുറയ്ക്കോ, ഇല്ല. ഫ്രീക്വൻസി റിയൂസ് കുറയ്ക്കോ, BTS റിക്വയർമെൻറ്റ്, അതൊന്നുമല്ല. സെൽ സ്പ്ലിറ്റിംഗ് റെഡ്യൂസസ് സെൽ റേഡിയസ്. സെൽ സ്പ്ലിറ്റിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ നോർമലി ഹൈ ഡെൻസ് ഏരിയയിലാണ്, അർബൻ ഏരിയാസ്. ആഫ്റ്റർ സ്പ്ലിറ്റിംഗ് എ സെൽ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റൻറ്റ് സെൽ, എന്താ സംഭവിക്കുക, ഇൻ്റർഫറൻസ് കൂടും. കാരണം കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ കൂടുതൽ ഉണ്ടാവുകയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഇൻ്റർഫറൻസ് കൂടാനാണ് ചാൻസ്. കപ്പാസിറ്റി കൂടും, സെൽ സിസ്റ്റം കപ്പാസിറ്റി കൂടും, അതുപോലെ ഇൻ്റർഫറൻസും കൂടും. സെൽ സ്പ്ലിറ്റിംഗ് ഇൻക്രീസസ് ഹാൻഡ് ഓഫ് റേറ്റ്, ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഹാൻഡ് ഓഫ് റേറ്റ് സ്വാഭാവികമായിട്ട് കൂടും. സെൽ സെക്ടറിംഗ് ഈസ് യൂസ്ഡ് ടു, സെൽ സെക്ടറിംഗ് ഉപയോഗിക്കുന്നത് ഫോക്കസ് ആക്കുന്ന എന്തിനാണ്, കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ GSM സെൽ സെക്ടറിംഗ് ഡിവൈഡ്സ് എ സെൽ ഇൻ ടു ത്രീ സെക്ടേഴ്സാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ 6 സെക്ടേഴ്സ്. സെക്ടറിംഗ് യൂസസ് വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിന, ഡയറക്ഷണൽ ആൻറ്റിന, അതിനാണ് സെക്ടറിംഗ് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രീക്വൻസി റിയൂസ് ഫാക്ടർ ഡിഫൈൻസ് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ ചാനൽസ്. ഓക്കെ, അടുത്തത് GSM യൂസസ് വിച്ച് ഡ്യൂപ്ലെക്സിംഗ് സ്കീം, FDD ആണ്, ഫ്രീക്വൻസി ഡിവിഷൻ ആണ് ഉപയോഗിക്കുന്നത്. GSM യൂസസ് ഡ്യൂപ്ലെക്സിംഗ് സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ FDD ആണ്. പക്ഷെ മൾട്ടിപ്പിൾ ആക്സസ് ചോദിച്ചു കഴിഞ്ഞാൽ FDMAയും TDMAയും കൂടിയാണ്. പക്ഷെ ഡ്യൂപ്ലെക്സിംഗ് ഉപയോഗിക്കുന്നത് FDD മാത്രമാണ്. ഫ്രീക്വൻസി സ്പേസിംഗ് ഇൻ GSM 900 എത്രയാണ്, 45 MHz. റിവേഴ്സ് ലിങ്കും ഫോർവേഡ് ലിങ്കും തമ്മിലുള്ള സെപ്പറേഷൻ 45 MHz ആണ്. അപ്പ് ലിങ്കും ഡൗൺ ലിങ്കും. ഓക്കെ. GSM ചാനൽ ബാൻഡ് വിഡ്ത്ത്, ഓരോ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് 200 kHz. ഫുൾ റേറ്റ് ട്രാഫിക് ചാനൽ 13 kbps, ഹാഫ് റേറ്റ് അതിൻ്റെ നേരെ പകുതി 6.5 kbps. വോയിസ് കോഡിംഗ് ഇൻ GSM RPE LTP. അടുത്തത് MS മെഷർ സിഗ്നൽ സ്ട്രെങ്ത്, എന്തിനാണ് മൊബൈൽ സ്റ്റേഷൻ മെഷർ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ കോൾ ക്വാളിറ്റി യാ അസിസ്റ്റ് ഹാൻഡ് ഓവർ, അല്ലേ, കോളിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടും സിഗ്നൽ സ്ട്രെങ്ത് ചെക്ക് ചെയ്യും, പിന്നെ ഹാൻഡ് ഓഫ് വേണോ എന്നറിയാൻ വേണ്ടിയിട്ടും. DCCH ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ആരാണ്, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ആണ്. ബ്രോഡ്കാസ്റ്റ് ആരാ ചെയ്യുക, മൊബൈലല്ല ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ബേസ് സ്റ്റേഷനാണ്. സോ BTS. പിന്നെ ശ്രദ്ധിക്കുക, BSC അല്ല കേട്ടോ, BSC ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ബേസ് ട്രാൻസീവർ സ്റ്റേഷനാണ്. SSCH എന്തിനാണ്, സിങ്ക്രണൈസേഷൻ, ടൈം സിങ്ക്രണൈസേഷൻ. CCH ഏതാണ്, കോമൺ കൺട്രോൾ ചാനൽസ് ഏതൊക്കെയാണ്, പേജിംഗ്, റാൻഡം ആക്സസ് ആൻഡ് ആക്സസ് ഗ്രാൻഡ് ചാനൽ. ഹാൻഡ് ഓവർ ടൈപ്പ് ഇൻക്ലൂഡ്സ്, ഹാൻഡ് ഓവർ എല്ലാ തരത്തിലും വേണം, അല്ലേ, ഇൻട്രാ BSC, ഇൻ്റർ BSC, ഇൻ്റർ MSC, എല്ലാ സ്ഥലത്തും ഈ ഹാൻഡ് ഓഫ് മെക്കാനിസം വരുന്നുണ്ട്. റാൻഡം ആക്സസ് ഇൻ GSM അലൗസ്, MS ആരാണ് കൊടുക്കുന്നത്, റാൻഡം ആക്സസ് ആരാ ചോദിക്കുന്നത്, MS ചോദിക്കുകയാണ്, ചാനൽ വേണമെന്ന് പറഞ്ഞിട്ട്, MS ടു റിക്വസ്റ്റ് ചാനൽ. പേജിംഗ് അലേർട്ട് MS ഫോർ പേജിംഗ്, MSനെ നമ്മൾ മൊബൈൽ സ്റ്റേഷനെ പേജിംഗ് എന്താണ് അലേർട്ട് ചെയ്യുക, ഒരു ഇൻകമിംഗ് കോൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, പേജിംഗ് ഈസ് എ പ്രോസസ് ബൈ ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ BSC അലേർട്ട് എ മൊബൈൽ സ്റ്റേഷൻ വെൻ ദർ ഇസ് എ ഇൻകമിംഗ് കോൾ ഓർ മെസ്സേജ്. ദ നെറ്റ്വർക്ക് സെൻസ് എ പേജിംഗ് മെസ്സേജ് ഓർ എ പേജിംഗ് ചാനൽ ടു ലൊക്കേറ്റ് MS ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. അടുത്തത് ഫ്രീക്വൻസി ഹോപ്പിംഗ് ഇംപ്രൂവ്സ്, നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഫേഡിംഗ് റെഡ്യൂസ് ചെയ്യും, ഇൻ്റർഫറൻസ് കോ ചാനൽ ഇൻ്റർഫറൻസ് റെഡ്യൂസ് ചെയ്യും, അതുപോലെ ഫ്രീക്വൻസി ഹോപ്പിംഗ് സെക്യൂരിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്.